ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. ഈ ക്ഷാമകാലത്ത് നിങ്ങളെ ക്ഷേമത്തോടുകൂടി കൊണ്ടുനടക്കാൻ, നിത്യസ്നേഹത്താൽ സ്നേഹിക്കാൻ ഒരു യേശുബ്രാനുണ്ട്. നമ്മളിങ്ങനെ ജാതി മതം ഒന്നും നോക്കണ്ട കേട്ടോ, ഒരു കൂട്ടുകാരനായിട്ട് ഓർക്കുക. ഞാൻ എനിക്കിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കില്ലേ, എനിക്കത് ഭയങ്കര മടിയാണ്. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥന 2-3 മണിക്കൂർ, അതൊക്കെ ഭയങ്കര മടിയാണ്. എനിക്ക് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇഷ്ടം. അതിനിടയ്ക്ക് ഞാൻ സ്വപ്നലോകത്തൊക്കെ പോകും, പക്ഷെ എന്നാലും വർത്താനം പറഞ്ഞ് യേശുബ്രാനോട് ഇരിക്കണതാണ് രസം. അപ്പോൾ അല്ല, നിങ്ങൾക്കിടെ അവനവൻ്റെ ഇഷ്ടമാട്ടോ എല്ലാം. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു വചനം വായിക്കാട്ടോ. ഇങ്ങനെ യേശുബ്രാൻ രണ്ടാമത് വരുമ്പോൾ, ഇത്രയും കാലം യേശു ക്രിസ്തു ഒരു കൂലിപ്പണിക്കാരനായിട്ട് ജനിച്ച് 30 വർഷം വരെ ആശാരിപ്പണി എടുത്ത് ഞാൻ 3.5 വർഷം പറഞ്ഞോളൂ, ഞാൻ ലോകത്തിലേക്ക് വന്നത് പിതാവിൽ നിന്നാണ്, എന്നെ കൂടാതെ ആരും പിതാവിലെത്തൂല, ഞാനാണ് വഴിയും സത്യവും ജീവനും. ഒന്ന് ഓർത്ത് നോക്കാം. നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഞാൻ വിശ്വസിക്കും, എനിക്ക് തോന്നുന്നില്ല. അന്ന് എനിക്ക് എപ്പോഴും സങ്കടം, യേശു ജനിച്ച കാലത്ത് ജനിച്ചില്ലോ, ഉണ്ടായിരുന്നേ ആ ഡ്രസ്സേലൊക്കെ തൊട്ട് ഇങ്ങനെയൊക്കെ നടക്കാറുന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പോഴാണെങ്കിലും നമ്മൾ ആ അവസ്ഥയിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അല്ലേലും ഒരു പ്രാർത്ഥനക്കാരെയൊക്കെ കണ്ട് എപ്പോഴും കളിയാക്കും പറക്കുമല്ലേ, എന്തേലും എവിടെയെങ്കിലും കേട്ടാൽ മതി അപ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കും. ഓ, അവൻ പ്രാർത്ഥിക്കാൻ നടന്നു, എന്നിട്ട് കണ്ടില്ല അവൻ്റെ സ്വഭാവം. ഇങ്ങനെയൊക്കെ കളിയാക്കലല്ലേ നമുക്ക്. നിങ്ങൾ കളിയാക്കുമെന്ന് അറിയാൻ പാടില്ല, ഞാനൊക്കെ എങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്ന. പക്ഷെ എനിക്ക് അന്നറിയാൻ പാടായിരുന്നു, ഞാൻ ശരിയായാൽ എനിക്കാ ഗുണം. ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ സ്വഭാവം ജഡസ്വഭാവത്തെ മരിപ്പിച്ച ഞാൻ ശരിയായാൽ എനിക്കാണ് ഈ ലോകവും നേടാം, സ്വർഗരാജ്യവും നേടാം, നിത്യജീവന്റെ അവകാശിയാകും, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒത്തിരി അനുഗ്രഹം യേശുവിൻ്റെ പുറകെ പോകുമ്പോൾ. അപ്പം ഞാൻ ഇപ്പോൾ വായിക്കണ വചനം ഇത് 1 തെസ്സലോനിക്ക 4:16-18. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിച്ചവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളി. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കാം. നമ്മൾ ആ യേശു എന്ന് പറഞ്ഞ ദൈവം ആണ്, പറഞ്ഞത് സത്യമാണെങ്കിൽ രണ്ടാമതും വരും. എല്ലാവരും മരിച്ചവരും ക്രിസ്തു യേശുവിലും മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേക്കും. അപ്പോൾ നമ്മളെ ജീവനോടെയുള്ള നമ്മളും മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കാം. ഞാൻ എപ്പോഴും ഇരുന്ന് ആലോചിക്കും ആ വരവിൻ്റെ ഒരു ഗ്ലാമർ, രാജാതിരാജൻ യേശു. അപ്പം നമ്മുടെ അപ്പനല്ലേ, ആ വരവ് ഞാനിങ്ങനെ ഇരുന്ന് സപ്പോസ് ചെയ്യും. അപ്പം ഞാൻ ഓർക്കും, വന്ന വഴി ഞാൻ ഓടിച്ചെല്ലും. അപ്പോൾ യേശുബ്രാൻ ഇങ്ങനെ കരം പിടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഞാനിങ്ങനെ ഓർക്കണേ കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടം അങ്ങനെ സ്വപ്നം കാണാൻ. അപ്പോൾ നമുക്ക് ഇപ്പം എന്തടുപ്പാ, അപ്പോൾ അടുപ്പില്ലാത്തവരെന്ത് ചെയ്യും? ഓ, ഈ പറയണ ഇത് യേശു ദൈവമായിരുന്നോ, ഇത് പറഞ്ഞതെല്ലാം സത്യമായിരുന്നോ എന്നോർത്ത് ദുഃഖിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾ ആരും ഇരിക്കരുത്. ഒരു ജാതിയുടെയും ദൈവമല്ല യേശുക്രിസ്തു. യേശുബ്രാൻ ദൈവമാണ്. അല്ലെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ പേരിൽ ലോകത്തിന്റെ ചരിത്രം മാറ്റി എഴുതില്ലായിരുന്നു. യേശു മരിച്ചപ്പം മുതൽ അതിനു മുമ്പ് ലോകം ഉണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾ കോമൺ സെൻസിൽ ഒരു ബുദ്ധിയിൽ ചിന്തിച്ചു നോക്കുക. എങ്ങനെ ക്രിസ്തു യേശു മരിച്ചപ്പോൾ ലോകത്തിന്റെ ചരിത്രം പുറകോട്ടും മുന്നോട്ടും ആയി. ഇത് തന്നെ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ക്രിസ്തു യേശുവിലാവുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം പഴയതൊക്കെ പോയി, പിന്നെ പുതിയ സൃഷ്ടിയാണ്, പിന്നെ അനുഗ്രഹമാണ്, സമാധാനവും സന്തോഷമാണ്. യേശുക്രിസ്തുവിൽ കഷ്ടങ്ങളൊന്നുമില്ല. ഞാനെപ്പോഴും അങ്ങനെയായിട്ട് പറഞ്ഞത്, എനിക്ക് കഷ്ടങ്ങൾ ഇഷ്ടമല്ല. കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും അടുത്ത തവണ ഇത് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. വചനം ഓർത്തുകൊണ്ട് ആശ്വസിക്കണം, വചനങ്ങളിൽ ആശ്വസിക്കണം, ബലപ്പെടണം, സന്തോഷിക്കണം, പ്രത്യാശ. ഈ ഇപ്പോഴത്തെ സമയത്ത് സങ്കടപ്പെട്ട് ഇനി എന്ന് രക്ഷപ്പെടും, ഇങ്ങനെ കൊറോണ വന്നു, അത് വന്നു, ഇത് വന്നു, ഒത്തിരി ഇങ്ങനെ കഷ്ടപ്പാട് വന്നു, അങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം എന്ത് ചെയ്യും? നമ്മൾ അങ്ങനെ ഒന്നും ഓർക്കാണ്ട് ഈ ഒരു സ്വപ്നങ്ങൾ കണ്ടേ, മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നതും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ നമുക്ക് ഹൃദയത്തിന് എന്ത് ആശ്വാസം. സങ്കടം ഓർക്കുമ്പോൾ ഹൃദയം വേദന എടുക്കൂലേ. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ പ്രത്യാശയുള്ളവരായി സന്തോഷത്തോടു കൂടി ഇരിക്കാം. അപ്പോൾ ആ ചിന്തിക്കണം തന്നെ തരൂ കേട്ടോ ദൈവം. അപ്പോൾ യേശുബ്രാൻ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും കുടുംബങ്ങളിൽ ദീർഘായുസും പൂർണ്ണാരോഗ്യവും സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും വാഴട്ടെ. ക്രിസ്തുയേശുവിൻ്റെ അടിപ്പണതാൽ പൂർണ്ണ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പൊ ഇന്ന് സാരിയുടെ അതിമനോഹരമായ വീഡിയോ, സാരിയുടെ വീഡിയോ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക. ആദ്യം
സാരി ആദ്യം എടുത്തു തന്നത് കുഴപ്പി. സൂപ്പർ സാരി കേട്ടോ. റേറ്റ് എത്ര? 3390. വർക്കിന്റെ സാരി. ഇതേ നോക്കിക്കേ, ക്രിസ്റ്റൽ വർക്ക് ഫുള്ള് ഇങ്ങനെ ബോർഡറിലുണ്ട്. ഇവിടെ ഫുൾ എംബ്രോയിഡറി, ഒരു സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട്. വർക്കൊക്കെ കാണാലോ അല്ലേ? സാരി ഫുള്ള് ഇങ്ങനെ ഉടുക്കുന്നയുടെ അപ്പടിയും തന്നെ കാണും. ഇങ്ങോട്ട് അപ്പടിയും ഇതുപോലെ ഡിസൈൻ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. ബ്ലൗസ് പീസ് എത്രയാണ് റേറ്റ്? 3390. അടിപൊളി സാരിയാണ്. എന്റെ 2 കളേഴ്സും അടിപൊളിയാട്ടോ. ഇത് ഏതായാലും ഇത് മടക്കാൻ വലിയ പാടില്ല. ഫോൾഡിങ് ഉള്ളതൊക്കെയാ പ്രശ്നം. ഇതൊക്കെ നന്നായിട്ട് മടക്കി വെക്കാം. അത് കാരണം ഞാൻ ആഘോഷിച്ച് കാണിക്കാം. നല്ല കളറല്ലേ? ആദ്യം കാണിച്ചത് നല്ല സ്റ്റാൻഡേർഡ് കളർ. 2 നല്ല കളേഴ്സാണ്. അപ്പൊ ഇല്ലാത്ത കളർ നോക്കിയെടുത്തു. 3390. ഇതിന്റെ വർക്ക് മറ്റേ കണ്ടല്ലോ അല്ലേ? കണ്ടില്ലേ? വർക്കൊക്കെ കണ്ടല്ലോ. ഇനി ഇപ്പൊ ഒത്തിരി കല്യാണത്തിന്റെ സമയമല്ലേ? ഒറിജിനലിനെ വില്ലനെ കാണിക്കാം. സെമി സിൽക്കില് ടിഷ്യൂന്റെ സാരി. ടിഷ്യൂന്റെ സാരി ഉള്ളപ്പടി ഇങ്ങനെ ടിഷ്യൂ. ഇവിടെ ബോർഡറിൽ ഒരു ടെമ്പിൾ ഡിസൈൻ. ടെമ്പിളായിട്ട് ഉള്ളപ്പടിയും ടിഷ്യൂന്റെ. മുന്താണി ഇത്. ബ്ലൗസോ ഇത് ബ്ലൗസ് പ്ലെയിൻ ആണെന്നത്. ബ്ലൗസ് കാണിക്കാം കേട്ടോ. അടുത്ത സാരി കാണിക്കാവേ. റേറ്റ് എത്രയാ? 1490. 1490. അടിപൊളി. ഇത് നമ്മൾ കാണിച്ചിട്ടില്ലേ? മുന്താണി തന്നെയാട്ടോ ബ്ലൗസ് പീസ്. ഈ ഡിസൈൻ ടിഷ്യൂന്റെ ഇവിടെ വ്യത്യാസമുണ്ട്. ഈ ഡിസൈൻ കണ്ടോ? ഇതുപോലത്തെ ഇങ്ങനെ സിസാക്ക് പോലത്തെ ഇതാണ് ബ്ലൗസ് പീസ്. അപ്പൊ ബോർഡർ അപ്പടി. ഇതിന്റെ ഒറിജിനലി 19,000 രൂപ, 20,000, 30,000 ഒക്കെ കിട്ടില്ലേ? ആ സെയിം കളേഴ്സും ഒക്കെ. ഇത് റോയൽ ബ്ലൂ. ഇപ്പൊ കല്യാണത്തിനൊക്കെ സൂപ്പർ അല്ലേ? ഒരു ലോങ് മാല ഇട്ടാ മതി. നല്ല സ്റ്റൈലായിരിക്കും. 1490 രൂപയുള്ളേ. ഇതിന്റെ കളേഴ്സ് നോക്കിക്കോട്ടോ. കുറച്ചാട്ടേ കിട്ടിയിട്ടുള്ളൂ. എന്നും ഇത് കൊണ്ടുവന്നാലും ഞാൻ മൊത്തത്തിൽ പെട്ടെന്ന് തീരും. ഇത് നോക്കിക്കേ, എന്ത് രസമല്ലേ? ഒരു ബേജ് കളറാണ്. ആ ബേജില് ടിഷ്യൂ. നല്ല ഭംഗിയില്ലേ? നല്ല സ്റ്റൈലൻ സംഭവം. ഫംഗ്ഷനേക്ക് ഇപ്പൊ ഫോട്ടോ മാത്രമല്ല മെയിൻ. അപ്പൊ നമുക്കിങ്ങനെ ഇതിലൊക്കെ ഒതുങ്ങാം. ഒത്തിരി പേർക്ക് പങ്കെടുക്കാൻ പറ്റുമല്ലോ. പല പല ഫംഗ്ഷന് പോയാലും ഫോട്ടോസിലൊക്കെ. മെറൂണല്ലേ? റാണി പിങ്ക അല്ലേ? റാണി പിങ്ക. ഈ വെട്ടത്തിൽ നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ലേ? റാണി പിങ്ക. ഈ സാരി മൊത്തത്തിലാട്ടോ ഞാൻ വെച്ചേക്കണേ. ഭയങ്കരമായിട്ട് ഒതുങ്ങൂട്ടോ. ഇന്നും ഇങ്ങനെ കല്യാണ സാരി ഇങ്ങനെ 20,000, 30,000 രൂപയുടെ സാരികളൊക്കെ അപ്പുറം ബ്യൂട്ടി പാർലർ വന്നിട്ട് അതൊന്നും ഒതുങ്ങണേ ഇല്ല കേട്ടോ. അങ്ങനെയല്ല, നമ്മൾ ഇതുപോലെ ഒതുങ്ങൂല. ഇതുപോലെ ഒതുങ്ങണ ഇങ്ങനെ എനിക്ക് തോന്നുന്ന ഒറിജിനൽ. പണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഒതുങ്ങൂലായിരുന്നു, ഒറിജിനലായിരുന്നു ഒതുങ്ങണേ. ഇപ്പം അതാ ഒതുങ്ങാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഇതിങ്ങനെ ഭയങ്കരമായിട്ടും അതെങ്ങനെ ഇത് ഉത്പാദിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ല. ഭയങ്കര രസം. സാരി ഇത് തന്നെ സ്പീഡ് കുറവാണ്. അയ്യോ, അതിന്റെ ഫോൾഡിങ് എല്ലാം ആഷ് അടിപൊളിയാട്ടോ. ആഷിന് ഒരു എലഗൻ ലുക്ക് അല്ലേലും ഉണ്ട്. എല്ലാ സാധനത്തിനും ഉണ്ട്. ടിഷ്യൂന്റെ സോഫ്റ്റ് ഭയങ്കര ഇങ്ങനെ കോപ്പർ ആയത് കാരണം ഭയങ്കര ഇങ്ങനെ
വല്ലാത്തൊരു ഗോൾഡൻ തിളക്കയില്ല. ടിഷ്യൂ ഇത് കോപ്പർ ഷെയ്ഡ് ആയത് കാരണേ ഒരു ആന്റിക് ലുക്ക് ഉണ്ട്, നല്ല രസമുണ്ട്. ഇനി സഫയർ ഗ്രീൻ, സഫയർ ഗ്രീൻ അടിപൊളി. ഇനി ഒരു ഓഫ് വൈറ്റ് സാരി, അതില് സിൽവർ വർക്കും ഉണ്ട്. സിൽവർ ഗ്രീൻ സിൽക്കിന്റെ ഫസ്റ്റ് കോപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും റേറ്റ് വലിയ കാര്യമില്ല. 1290. ഇതിന്റെ ഒറിജിനൽ ഗ്രീൻ സിൽക്കിന് 2000 വരില്ലേ. മെറ്റീരിയൽ ഇവിടെ ഗ്രീൻ സിൽക്ക് പോലെ റോസ് സിൽക്കിന്റെ ഒക്കെ ലുക്ക്, ഫുൾ ഇങ്ങനെ വർക്ക്. ഇവിടെ സിൽവർ ബോർഡറും ഉണ്ട്. നല്ല രസമുള്ള സാരി. ഈ മാമൂദീസാക്ക് താമസം ഇങ്ങനെ ഓഫ് വൈറ്റിന്റെ ആവശ്യമുള്ളവർക്കൊക്കെ സൂപ്പർ സാരി. 1290 ഉള്ളൂ. ഇതിന്റെ ബ്ലൗസ് ഇങ്ങനെയായിരുന്നു, പ്ലെയിൻ ബ്ലൗസ് പീസ്, പ്ലെയിൻ ബ്ലൗസ് പീസ്. ബ്ലൗസിൽ വർക്കില്ല കേട്ടോ, നല്ല ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ വർക്കുണ്ട് കേട്ടോ. ഈ സാരിക്ക് ഫുള്ള് വർക്കുണ്ട്, എല്ലായിടവും വർക്കുണ്ട്. ഇത്രയും എംബ്രോയിഡറി ഉണ്ട് കേട്ടോ, ഫുൾ എംബ്രോയിഡറി ഉണ്ട്. അല്ല എല്ലാം പേജിന്റെ കളർ കാണിക്കുന്ന ബ്രൈറ്റും ഡാർക്കും ലൈറ്റും ഒക്കെ ഞങ്ങളെ കാണിക്കാൻ നോക്കാം. ഇത് ചന്ദേരി സിൽക്കിന്റെ സൂപ്പർ സംഭവം കേട്ടോ. ഇതാ ഭംഗി. ഒറിജിനലിനെ വരൂല്ലേ, സൂപ്പർ സംഭവം, അടിപൊളി. എന്താണ് ഇത്? ബ്ലൗസ് പ്ലെയിൻ 1790. നല്ല സാരി ആട്ടോ. നമ്മളിത് ഫസ്റ്റാ കാണിക്കണേ. സൂപ്പർ സംഭവമാണ്. 1790 അടിപൊളിയാ. ഇതിനൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ നല്ല ലോങ് ആയിട്ടൊരു ഇങ്ങനെ ഇത് ഇട്ടാ മതി. ലോങ് ചെയിൻ, ലോങ് മാല ഇട്ടാ മതി. ചോക്കർ എന്ന് അറിയാണ്ട് ഇപ്പൊ ചോക്കർ ഭയങ്കര ത്രില്ലാലോ. ആ ചോക്കർ ഇട്ടാനോ കുഴപ്പം. മെല്ലിച്ച പിള്ളേർക്കൊക്കെ ചോക്കർ നല്ലതായിരിക്കില്ലേ, നല്ല രസമായിരിക്കുമല്ലോ. എങ്ങനെ ഗ്ലാസ് ആ വില ഈ സാധനം പോലെ നല്ല ഫാഷനിലെ ബ്ലൗസ് തയ്ച്ച് സഫയർ ഗ്രീൻ ആണ്. കോപ്പർ എന്നേലും വർക്ക് ഇച്ചിരി ബ്ലൗസിൽ കൊടുത്തേക്കുക, പ്ലെയിൻ ബ്ലൗസ്. എന്നിട്ടൊരു ചോക്കറും ഒരു കമ്മലും ഒക്കെ ഇട്ടാ സൂപ്പർ. പല പല കളേഴ്സാ, ഒരേപോലെ കളറാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അല്ലേ. ഇതിന്റെ ഡിസൈൻ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കോപ്പർ കളർ സാരിക്കും കോപ്പർ, വർക്കും കോപ്പർ. വർക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് പേപ്പറുള്ള കാരണം പെടപെടാ പേപ്പറുള്ള കോപ്പർ ഇങ്ങനെ ഒരു കോപ്പർ കളർ ബ്രൗണാ. അതില് ഇങ്ങനെ ഈ ടെമ്പിൾ പോലെ ഇത് കണ്ടോ, കോപ്പർ വർക്ക്. ബ്ലൗസും മുന്താണിയുടെ കളർ. നല്ല രസമല്ലേ, സോഫ്റ്റ് സാരി കേട്ടോ. ഉടുത്താൽ ഒതുങ്ങാത്ത സാരി ഞാൻ എടുക്കാറില്ല കേട്ടോ. എൻ്റെ മനസ്സ് എപ്പോഴും ഇങ്ങനെ തടിയുള്ളവരെ ഒതുങ്ങണം. മെല്ലിച്ചവരെ പറ്റി ഞാൻ ഓർക്കാറില്ല. ഞാൻ തടിയുള്ളതായത് കാരണമായിരിക്കും. ഇവിടുത്തെ ചുരിദാർ സാരി അല്ല ഒതുക്കും. അപ്പൊ ദേ അടിപൊളി 1790. ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ കോൺട്രാസ്റ്റ് ഭയങ്കര ഫാഷനായി വിട്ട് വരും കേട്ടോ സാരിയുടെ. ഞാനിനി എൻ്റെ മോന്റെ കല്യാണത്തിന് കോൺട്രാസ്റ്റ് ഒക്കെ എടുക്കാന്ന് ഓർക്കണോ. വില കേൾക്കുമ്പോ എന്തൊക്കെയാണോ ഭയങ്കര. സഫയർ ഗ്രീൻ മുന്താണി, ഇത് ബ്ലൗസ് പീസ്, ഇത് നല്ല രസമില്ലേ. ഇത് കോൺട്രാസ്റ്റ് വരുമ്പോ സാരിക്കൊക്കെ ഭയങ്കര ഗെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓരോരുത്തരുടെ ഇഷ്ടം. ഡിസൈൻ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിന്റെ കെട്ടില്ല. ഇത് മെറൂണില് ബ്ലാക്ക്. പല പല സാരിക്ക് ഇങ്ങനെ ഓർഡർ നൽകണേ. എല്ലാവരും കൂടെ ഒരു സാരി തന്നെ ഓർഡർ എടുക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ വരും. എല്ലാവരുടെയും ഇതിൽ നോക്കുമ്പോൾ ഒരു പിങ്ക് ചുരിദാറൊക്കെ ആയിരിക്കും. കർത്താവെ കേരളീയർ ഞാനുൾപ്പെടെ പിങ്കിൽ നിന്ന് മോശം കിട്ടുമോ? പിങ്ക് അല്ല, നമ്മൾ ചിരിച്ചാൽ ഏതിട്ടാലും ഭംഗിയാണ്. ഞാൻ എന്ത് ഇടാത്തതെന്നല്ല, ഇന്ന് ഞാൻ ബ്ലാക്ക് അല്ലേ ഇട്ടേക്കളെ.
എനിക്ക് വയ്യ. അപ്പൊ അതാണ് പ്രോബ്ലം. എന്നിട്ട് സങ്കടപ്പെടും. എന്നിട്ട് നമ്മളിവിടെ നിങ്ങൾ വരുമ്പോൾ 2 ആഴ്ച മുമ്പുള്ള സ്ക്രീൻഷോട്ടും കൊണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പഴയതൊന്നും അല്ല തന്നത്. അടുത്ത ദിവസം ഒരാഴ്ച കഴിഞ്ഞിരുന്ന വീഡിയോയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാ തന്നെ. അപ്പൊ ആരും വരുമ്പോ വിഷമിക്കണ്ട. അകലേന്നൊക്കെ വരുന്നവർക്ക് ഇങ്ങനെ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, അതൊന്നും ഓർക്കരുത്. പുതിയ സംഭവങ്ങൾ തരും കേട്ടോ. ഇതികടെയൊക്കെ പോകുന്നവരെല്ലാം വന്നതിന് ഒത്തിരി സന്തോഷം. ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു ബേജ് കളറില് ഫുൾ വർക്ക്. ബേജ് കളർ മതിയാണോ? 1900. ഇത് 1090. കഴിഞ്ഞ ഓണ ഇട്ടിട്ട് റീസ്റ്റോക്ക് വന്നതാട്ടോ. അന്നേരം കൊടുക്കാൻ ആർക്കും ഇല്ലായിരുന്നു. ഫുൾ എംബ്രോയിഡറി ഉണ്ട് എല്ലായിടും. ഇങ്ങനെ കണ്ടോ, നിറച്ച് എംബ്രോയിഡറി ഉണ്ട്. മുന്താണിയിൽ എംബ്രോയിഡറി ഇല്ല. ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ്. നല്ല കളറല്ലേ? ഈ ബഗൽപൂരി സിൽക്ക, സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. നെല്ലും അടിക്കില്ല. വേണമെങ്കിൽ 1 ലെയർ ഒക്കെ ഇട്ടു. 1900 രൂപയുള്ളേ. അതിന്റെ ഡിസൈൻ വ്യത്യാസം ഒരെണ്ണം കാണിക്കാം. ഇതിന്റെ ഡിസൈൻ വ്യത്യാസം വലിയ വ്യത്യാസം അങ്ങനെ നോക്കുമ്പോ അറിയില്ല. ബേജ് കളറിൽ ഫുൾ എംബ്രോയിഡറി. അത് ഒരു എംബ്രോയിഡറിയുടെ കിട്ടിയില്ലെങ്കിൽ ഈ എംബ്രോയിഡറിയുടെ എടുത്തു. ഈ ബാത്തിക്ക് എല്ലാരും ബാത്തിക്ക് വെച്ച് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ബാത്തിക്കിന്റെ പ്രിന്റിന്റെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 990 ബഗൽപൂരി സിൽക്ക് ആട്ടോ ഈ മെറ്റീരിയല്. കോഫി ബ്രൗൺ അല്ലെ? അയ്യോ അല്ല, ബ്രിക്ക് റെഡും ബ്ലൂ, നേവി ബ്ലൂ അല്ല, പൊന്മാൻ നീല. ബ്ലൗസ് പീസ് ഈ മുന്താണിയുടെ കളർ തന്നെ അല്ലേ? മുന്താണിയുടെ കളർ തന്നെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൽ ഇങ്ങനെ വർക്കുണ്ടോ? ആ ചുങ്കിടി ഡിസൈൻ തന്നെയുണ്ട്. ബാക്കി ഡിസൈൻ ഉണ്ട്. ആ ഇതാട്ടോ ബ്ലൗസ്. കോൺട്രാസ്റ്റ് നല്ല രസമില്ലേ? 990 പെട്ടെന്ന് എടുത്തോട്ടോ. കുറെ ദിവസമായി ബാത്തിക്ക് ചോദിക്കണം ഒത്തിരി പേര്. ഡിസൈൻ എന്തേലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കോ. ഇതേ കളറ്, ഇത് മുന്തിരി കളറില് നേവി ബ്ലൂ. ബ്ലൗസ് പീസും അത്. ഭർത്താവീശോയെ കളറൊന്നും തെറ്റല്ലേ? എന്റെ പിതാവി, അതുപോലെ എല്ലാരും ഒരേ കളർ ചോദിക്കല്ലേ? യെല്ലോ വിത്ത് മെറൂൺ. ബ്ലൗസ് പീസ് പ്ലെയിനിലെ ബാത്തിക് പ്രിന്റ് ഉണ്ട്. സൂപ്പറാണ്. തെരുതെരൂന്ന് സ്ക്രീൻഷോട്ട് എടുക്കും. പിന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് മറക്കരുത്. ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇൻസ്റ്റയില് ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ബ്രൗൺ. ആ സമ്മാനം ഉണ്ട് കേട്ടോ. 15-ാം തീയതി 4 സമ്മാനം. 4 ആഴ്ചയിലും ഒരാഴ്ചയിലുള്ളവര് എടുക്കും. അപ്പോ അതിനെച്ചാൽ ഒരേ ആഴ്ച എടുത്തിട്ട് പറയുമ്പോ സമയം കിട്ടണില്ലല്ലോ. 4 ആഴ്ചയില് ഒന്നിച്ചാകുമ്പോ സമാധാനം കിട്ടുമല്ലോ. കഴിഞ്ഞ ഓണത്തെ ആൾക്കാരുടെ പേര് വായിച്ചു. അവരെല്ലാം അഡ്രസ്സൊക്കെ അയക്കണം. അവർക്ക് മെസ്സേജ് ഫോണിൽ ഇട്ടിട്ടുണ്ട്. ഇത് നേവി ബ്ലൂ സഫയർ ഗ്രീൻ ബ്ലൗസ് പീസ്. ഇത് നേവി ബ്ലൂ അല്ലേ? നേവി ബ്ലൂ അല്ലേ? കോഫി ബ്രൗൺ ആണോ? ആ ഇത് കോഫി ബ്രൗൺ ആണോ? ഒരു നേവി ബ്ലൂ അല്ല, കോഫി ബ്രൗൺ എന്ന് പറഞ്ഞാൽ ശരിക്കും കോഫി ബ്രൗണും അല്ല, വയലറ്റ് കൂടിയ കോഫി ബ്രൗൺ അല്ലേ? ആ വയലറ്റ് കൂടിയ കോഫി ബ്രൗൺ. സഫയർ ഗ്രീനും ബ്ലൗസ് പീസ് അല്ലേ? ഇങ്ങനെ ഷെയ്ഡ് വന്നിട്ട് കറക്റ്റ് കാണുമ്പോൾ നോക്കുമ്പോൾ കളർ ശരിയാണില്ല. ഈ കളറൊന്നും പ്രോബ്ലം ഇല്ല. ഗ്രീൻ വിത്ത് മുന്തിരി കളർ അല്ലേ? നല്ല കളർ കോമ്പിനേഷൻ ആട്ടോ. കുറേ ഉണ്ട് കളേഴ്സ്.
സഫയർ ഗ്രീൻ വിത്ത് യെല്ലോ. നല്ല സാരികളല്ലേ, ഇങ്ങനെ വലിയ വിലയില്ല, പക്ഷെ ഇതിന്റെയൊക്കെ ഫാഷനും പോകില്ല, ഉടുത്താലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. ബഗൽപൂരി സിൽക്കിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഉടുത്താ ഒരു ലുക്കാ. അത് കാരണം അതിന്റെ ഫാഷൻ പോലുള്ള എന്നും ഉണ്ട്. എവർ ഗ്രീൻ യെല്ലോ വിത്ത് മെറൂൺ, യെല്ലോ വിത്ത് മെറൂൺ. ഇനി ബേജ് കളറിന്റെ ഇച്ചിരി തിക്ക് വർക്കുള്ളത്, എന്ന് വെച്ചാൽ റേറ്റ് കൂടുതലാണ്, അത് കാരണം രണ്ടായിട്ട് കാണിച്ച. നിങ്ങൾ ഒന്നിച്ച് കാണിക്കുമ്പോ ഇതിനെത്ര 1000. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ നിറച്ച് വർക്ക്, ഫുള്ള് വർക്ക്. ബ്ലൗസ് പീസ് പ്ലെയിനാ, പക്ഷെ ഉള്ളിലൊക്കെ എവിടെ ഇങ്ങനെയാ വർക്ക്, ഇങ്ങനെയാ ഉള്ളപ്പടിയുണ്ടോ. 1190 രൂപയുള്ളൂ. ഓ സാരി ഞാൻ ഇടപാട് തീർത്തോ? ഇല്ല, നെഗറ്റീവ് പറയരുതല്ലോ. നിറച്ച് വർക്കുണ്ട്. 1190 രൂപയുള്ളൂ. എന്ത് ലുക്കുള്ള സാരിയാ, നല്ല സൂപ്പർ ഒരു സ്റ്റൈലാ ഇതൊക്കെ കൊടുത്ത. ഇനി ടിഷ്യൂവിന്റെ കഴിഞ്ഞ ഓണത്തെ റീസ്റ്റോക്ക് ആണ്. കഴിഞ്ഞ ഓണത്തെ സെയിം ഡിസൈൻ ഒന്നും അല്ല. എന്താണ് മുന്താനിയുടെ ഡിസൈൻ ആട്ടോ. ബ്ലൗസ് പീസിന് റേറ്റ് കുറവാണ്. ഇത് വില കൂടിയതാണോ? ഇതിന് വില കൂടിയതാട്ടോ. നമ്മൾ കഴിഞ്ഞ തവണ 1100 കാണിച്ചു, അതല്ല ഇത്. ഇതിന് 1590 അല്ലേ? 599. നല്ല രസമില്ലേ? 1599 തെരുവെടുത്ത്. ഇപ്പൊ ഇതാണ് തരംഗം. ഫംഗ്ഷനൊക്കെ സൂപ്പറാണ്. ഇപ്പൊ അപ്പടിയും കല്യാണം അല്ലേ, ചിങ്ങത്തി കല്യാണം, എല്ലാവരുടെയും കല്യാണം ഉടനെ നടക്കട്ടെ. ഞാൻ ഓർക്കും ഇങ്ങനെ എൻ്റെ മോൻ്റെയൊക്കെ പഠിത്തം കഴിഞ്ഞ് കൊറോണ ആയത് കാരണം പെണ്ണ് കാണാൻ പോലും വരാൻ പറ്റില്ലായിരുന്നു. MDക്ക് പഠിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ആശുപത്രിയിൽ നിന്നൊക്കെ പോകലും ഭയങ്കര കഷ്ടപ്പാടല്ലേ. പഠിത്തം കഴിഞ്ഞ് വന്നു, റിസൾട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും റിസൾട്ട് വന്നു. പിറ്റേ ദിവസം പെണ്ണ് കാണാൻ പോയി, ഇതേ കല്യാണമായി. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതല്ലേ നമ്മളിപ്പോൾ എന്തോരം തലയിൽ കുത്തി കിടന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ദൈവം തക്ക സമയത്ത് നമ്മളെ അനുഗ്രഹിക്കും. പുറവർക്കും ഒന്നും വേണ്ട, ഒരു കാര്യം നടന്നില്ലേലും എല്ലാം ദൈവം നമുക്ക് ക്രമോചിതമായിട്ട് നമുക്കെല്ലാം നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ. അപ്പം എല്ലാം നിങ്ങളുടെയൊക്കെ മക്കൾക്ക് കല്യാണം ആലോചിക്കണ മക്കളെ എല്ലാം യേശുബ്രാൻ അനുഗ്രഹിച്ച തക്ക സമയത്ത് അവർക്ക് തക്ക തുണേനെ തന്ന് അനുഗ്രഹിക്കട്ടെ. ഇത് സഫയർ ഗ്രീൻ ബ്ലൂയിഷ് സഫയർ ഗ്രീൻ ബ്ലൂ. ഈ മുന്താണിയുടെ ഈ ഡിസൈൻ തന്നെയാട്ടോ ബ്ലൗസിന്. ഇവിടുത്തെ ഈ ഡിസൈനും മുന്താണിയുടെ ഈ ഡിസൈനും ഡിഫറൻസ് ഉണ്ട്. ബ്ലൂ പൊന്മാനീല് നല്ല രസാട്ടോ. ടിഷ്യൂന്റെ സാരി ഭയങ്കര രസ. 1590 ആട്ടോ. 1599. ബ്രൗൺ. ഞാൻ ഈ അറ്റം നോക്കിയ കളർ പറഞ്ഞു. ഈ അറ്റം കണ്ടോ, ബോർഡർ കുറെ ഇടയില്ല. 1599. തിരുവനന്തപുരത്ത് എടുത്തോ. ഫംഗ്ഷനൊക്കെ നമുക്ക് പ്രസന്റ് കൊടുക്കാൻ ഒക്കെ നല്ലതാ. ട്രഡീഷണൽ സാരി ഇപ്പൊ ഭയങ്കര ട്രെൻഡാ. ഈ വിലക്ക് കിട്ടുകയും ചെയ്യൂലോ. ഉടുത്താലിപ്പോ 20,000 രൂപയുടെ ഈ സാരിയുടെ കൂടെ ഈ വിലയുടെ സാരി കൊടുക്കുമ്പോ ലുക്കൊക്കെ സെയിം തന്നെയാണ്. കോപ്പർ ആയത് കാരണം അതും ഇതും തിരിച്ചു പോലും അറിയാൻ പറ്റൂല. തിരുവനന്തപുരത്ത് എടുത്തോ. 1599 രൂപയുള്ളൂ. മുന്തിരി കളർ നേവി ബ്ലൂ അല്ലേ? നേവി ബ്ലൂ. ഇനി ഫംഗ്ഷന് ഇല്ല, റേറ്റ് ഇല്ലാത്തൊരു സാരി വേണമെന്ന് ആഗ്രഹമില്ലേ? എത്ര റേറ്റ്? ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോൾ ഞെട്ടും.
ഇത് കഴിഞ്ഞ തവണ വന്നിട്ട് ഒറ്റ പീസ് പോലും കിട്ടാത്ത പോലെ തോന്നും. 550 ഉള്ളേ ഈ മെറ്റീരിയൽ. ഇത് സാരി ഉടുത്തിട്ട് എന്തെല്ലാം ചെയ്യാലോ. മാത്ര സോഫ്റ്റ് സിൽക്കിന്റെ, ചന്തേരി സിൽക്കാന്ന് തോന്നുന്നു, സോഫ്റ്റ് സെമി സിൽക്കിന്റെ സൂപ്പർ സാരി. ഉള്ളിൽ അപ്പടി ഇങ്ങനെ ഒരു ലൈനിലെ സീക്വൻസ് വർക്ക് ഉണ്ട്. നല്ല മെറ്റീരിയൽ. മുന്താണിതേ, മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈനും ഉണ്ട് കണ്ടോ. പ്ലെയിൻ ബ്ലൗസ് പീസ്, ടോൺ ടു ടോൺ. 550 രൂപയേ ഉള്ളൂ. സൂപ്പർ സംഭവം. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇതേ കളേഴ്സ്, അടിപൊളി കളേഴ്സ്. ഇത് മുന്തിരി കളറുള്ള മെറൂൺ. ഇത് കളറ് പറ. ഈ വെട്ടത്തിൽ നിന്നിട്ട് എനിക്ക് കറക്റ്റ് കളർ പറയാൻ പറ്റാഞ്ഞിട്ടാട്ടോ, എന്റെ കുഴപ്പമല്ല. മെറൂൺ നല്ല കളേഴ്സും ഒക്കെ ഞാൻ സെലക്ട് ചെയ്തേക്കണേ കേട്ടോ. ഇനി അടുത്തത് പീച്ച്. പീച്ച്. പിന്നെ നമ്മുടെ അടുത്ത് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ മാറി കൊടുക്കുള്ളൂ കേട്ടോ. റീഫണ്ട് ഇല്ല കേട്ടോ, നേരത്തെ പറഞ്ഞേക്കാം. പിന്നെ നമ്മൾ ഇങ്ങനെ റീഫണ്ട് എന്നൊക്കെ പറയാൻ നിങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ചില ഡ്രസ്സൊക്കെ എല്ലാവരും ചോദിച്ച് ബഹളം വെക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടെന്ന് പറഞ്ഞ് കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പൈസ നമുക്ക് അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ എല്ലാ വീഡിയോയിലെല്ലാം ഇനി ബില്ലും എല്ലാം അടിക്കാം. നമുക്ക് റീഫണ്ട് ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഒരു കടയിൽ റീഫണ്ട് ഇല്ല. നമ്മൾ എവിടെ ചെന്നാലും ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ മാറി വേറെ എടുക്കലല്ലാണ്ട് എനിക്ക് കിട്ടാറില്ല കേട്ടോ. പീച്ച് അതിന്റെ റീഫണ്ട് ചോദിക്കുമ്പോൾ ഞാൻ ഇല്ലെന്ന് പറയുമ്പോൾ ആ ചേച്ചി ബൈബിളൊക്കെ പറയണം. പക്ഷെ ആ ചേച്ചി ഒരു സ്നേഹവും ഇല്ലെന്നൊന്നും ഓർക്കരുതേ. ബൈബിള് പറയണത് നമുക്ക് സ്വർഗത്തിൽ പോകണം. കേട്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാം. ഞാനും വേണമെങ്കിൽ കേട്ടാലും സ്വർഗത്തിൽ പോകാം. ഇവിടുത്തെ ജീവിതം ഒരു മായക്കാഴ്ച എത്ര കാലത്തേക്കുണ്ടെന്നൊന്നും അറിയാൻ പാടില്ല. നിഷ്കളങ്കരും വിശുദ്ധരുമായി യേശുമ്പരാൻ പറഞ്ഞ പോലെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് നടന്നാല് ഞാൻ സ്വർഗത്തിൽ പോണെങ്കിൽ ഞാൻ നോക്കണല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ശരിയാണ് നോക്കണ്ട, അവനവന്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്വർഗത്തിൽ പോണെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടാൽ മതി. തമാശ പറഞ്ഞല്ല, ഉള്ള കാര്യം പറഞ്ഞ. സഫയർ ഗ്രീൻ. ഇതിന്റെ മുന്താണിയിലെ വർക്കൊക്കെ കണ്ടോ. ഈ റേറ്റിന് എന്തെല്ലാം അല്ലേ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സ്കേർട്ടും ബ്ലൗസും ഒക്കെ പിള്ളേർക്ക് അടിക്കാനോ ചുരിദാറിന് ടോപ്പ് അടിക്കാനോ ഒക്കെ കൊടുക്കാൻ പാടില്ലേ. വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഒരു ബ്ലൗസ് ഇടാം. എന്തെല്ലാം കാര്യം ചെയ്യാം. 6 മീറ്റർ തുണിയുണ്ട്. 550 രൂപയല്ലേ ഉള്ളൂ. സ്കേർട്ടിനൊക്കെ നല്ലതല്ലേ. ഇങ്ങനെ കുരുകുരു ഇങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലോ. ഒന്ന് സാരി കൊടുത്തൊരു പരിപാടിക്ക് 1-2 പരിപാടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് 550ക്ക് നല്ലതല്ലേ. ആഷ്, ഈ ലൈറ്റ് ആഷിന് സിൽവറിന്റെ ലുക്കാട്ടോ. സിൽവർ സാരി ആയിട്ടിരിക്കും. ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ. റോയൽ ബ്ലൂ. ഈ റോയൽ ബ്ലൂ ഒക്കെ നല്ല രസാട്ടോ. എല്ലാരും പറയും എനിക്ക് നല്ലതാണ്. അത് കാരണം ഞാൻ നല്ല രസം എന്ന് പറയണേ. നിങ്ങൾക്ക് നല്ല കളറാട്ടോ, നിങ്ങൾക്ക് രസം. ആരെങ്കിലും നമുക്ക് നല്ല രസം ഇത് കൊടുത്തിട്ടെന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ ബ്രെയിൻ ക്ലിക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളെപ്പോഴും പറയും എനിക്ക് റോയൽ ബ്ലൂ നല്ല ചേർച്ചയാണ്. എനിക്ക് തോന്നണേ അങ്ങനെയാന്നാ. നല്ലതല്ലേ. ഇത് കളേഴ്സ് എല്ലാം നല്ലതാണ്. ആകെ കൺഫ്യൂഷൻ ആവും ഇപ്പം ഏതെടുക്കണം എന്നല്ലേ. ബ്ലാക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയില്ലേ. വിത്ത് ബ്ലൗസ് പീസ് ആണ് 550. എന്തോ ഒരു പീച്ചൊക്കെയാ. കൊറേ കളേഴ്സ്. പീച്ച്. ഇത് ആദ്യം കാണിച്ച പീച്ചല്ല, വേറെ പീച്ച്. എല്ലാ കളേഴ്സും കണ്ടല്ലോ അല്ലേ. അടുത്തത് നേവി ബ്ലൂ ആട്ടോ. നേവി ബ്ലൂ
നല്ല രസമില്ലേ? മജന്ത, മജന്ത നല്ല കളർ. ഇനി ഒരു നല്ല പ്ലെയിൻ വിത്ത് നല്ല കസവ് ബോർഡറിന്റെ ഒരു സൂപ്പർ സാരി, അടിപൊളി കളർ. ബ്ലൗസ് പീസ് എന്നാ സെയിം തന്നെയാണ്, സെയിം ബ്ലൗസ് പീസ്. മുന്താനിയെ പ്രത്യേകിച്ച് വർക്കില്ലേ അല്ലേ? സൂപ്പർ സംഭവം. ഇനി ഇങ്ങനെ ഫാഷൻ പയ്യെ ചെറിയ വർക്കൊക്കെ വരുമായിരിക്കും, ബോർഡർ ഡിസൈനൊക്കെ. എനിക്കിഷ്ടാട്ടോ 2 ദിവസത്തെ ബോർഡർ ഡിസൈനുള്ള ഇങ്ങനത്തെ കളേഴ്സ്. റോസ് സിൽക്കിന് എനിക്ക് കുറേ ഉണ്ട്. 1900. എനിക്കിങ്ങനെ ചെറിയ വർക്ക് എനിക്കിഷ്ടം. ഇപ്പൊ ബോർഡർ ഇല്ലാത്ത ഇത് പെട്ടെന്ന് ഇപ്പൊ മാറും. ഇനി ഇങ്ങനത്തെ ഒക്കെ വരും. നേരത്തെ എടുത്തു നമുക്കൊരു നല്ല ലുക്കായിരിക്കും. ഈ ചെറിയൊക്കെ ഇങ്ങനെ മുഖത്തേട്ടൊക്കെ വരുമ്പോ നല്ല രസം. 1900. അതിന്റെ തന്നെ ബ്ലൗസ് കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ, ഭയങ്കര നല്ല മെറ്റീരിയൽ ആണ്. 1 ലെയർ വേണമെങ്കിൽ 1 ലെയർ. ഗ്രീൻ സിൽക്കിന്റെ പോലെ സെയിം റോസ് സിൽക്കിന്റെ ഒക്കെ മെറ്റീരിയലിന്റെ ഒരു നല്ല ലുക്ക് അല്ലേ? ബ്ലാക്ക്, ഇത് ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഫാഷൻ കളറാ. പണ്ട് ദുഃഖത്തിന്റെ പ്രതീകമൊക്കെയാണ്. അപ്പൊ ഫാഷനായി. എപ്പോഴും ലോകം എങ്ങോട്ടാ മറിയണേന്നൊന്നും അറിയാൻ പാടില്ല. ബ്ലാക്കിന് എങ്ങനെ മോചനം വന്നു? എത്രയോ വർഷങ്ങളായി നമ്മളതിനെ ബ്ലാക്കിനെ ഒരു വിഷമത്തിലാക്കിയപ്പോ. പീച്ച്, ആ പ്രേമം സിനിമ വന്നേ പിന്നെ ബ്ലാക്കിന് മോചനായി. പീച്ച്, പേസ്റ്റൽ പീച്ച് അല്ല, പേസ്റ്റൽ ഗ്രീൻ. ഒരു കളറിൽ തന്നെ ഫോക്കസ് ചെയ്യരുതേ. ഇങ്ങനെ 1-2 കളേഴ്സ് ഒക്കെ ഇട്ടേരെ, നോക്കിയേരെ കേട്ടോ. എല്ലാ കളർ കാണിച്ചതിന്റെ ഇതിന്റെ. ഇനി റോസ് സിൽക്കിന്റെ സെമി റോസ് സിൽക്കിന്റെ സഫയർ ഗ്രീൻ കാണിക്കാറില്ല, റീസ്റ്റോക്ക. 1900 അല്ലേ? ഇതെല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റാ. 1999. നന്നായിട്ട് റെഫ്യൂസിനും എടുക്കാം, ഫങ്ഷനും ഇടാം. നല്ല സോഫ്റ്റ് ആയി. ഇതിന് 1500 രൂപ ഉണ്ടായിരുന്നപ്പോ ഇതിലും സോഫ്റ്റ് അല്ലായിരുന്നു അല്ലേ? വില കുറഞ്ഞപ്പോ അവർ പിന്നെ സോഫ്റ്റ് ആക്കി. നല്ല സോഫ്റ്റ്. ബ്ലാക്ക്, ബ്ലാക്ക് സൂപ്പർ ആട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ. ബോട്ടിൽ ഗ്രീൻ, ബ്ലൂ. ഓണസദ്യ പോലെ ഒത്തിരി സാരി കണ്ടില്ലേ? എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇത്രയും ഐറ്റം എടുത്ത് കാണിക്കുമ്പോൾ എന്നും വീഡിയോ ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാ. ബ്ലൂ. കുറച്ച് പീസ് കളക്ട് ചെയ്യണ പോലെ അല്ലോ, 10-12 പീസ് വെച്ച ഓരോ ഐറ്റം എന്തോ ഒരു കഷ്ടപ്പാടാണ്. ഒത്തിരി ഉണ്ട്. അല്ല, എനിക്കിതാ ഇഷ്ടം. ഇനിയിപ്പോൾ കുറേശ്ശെ ആക്കണം എന്നൊക്കെ ഓർക്കും. ബേജ് കുറേ കളക്ട് ചെയ്തിട്ട് കാണിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നല്ല പാടാണ്. ഇനി ബോർഡർ സാരിയുടെ ഇത് ഒറിജിനൽ റോസ് സിൽക്കിന്റെ കൂട്ട് മുന്താണി ഗ്രീൻ. ഇത് ക്രീമല്ലേ? ക്രീമല്ലേ ഇത്? ക്രീം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗോൾഡൻ കളർ അല്ലേ? എന്നിട്ട് ഗ്രീൻ ബ്ലൗസ്. മുന്താണിയുടെ തന്നെ ബ്ലൗസ് പീസ്. എത്ര റേറ്റ്? 1099 രൂപയുള്ളൂ. ശരിക്കും ഒറിജിനൽ പട്ടിനെ വെല്ലും. ഇപ്പൊ ഈ കസവിനൊക്കെ അങ്ങനെ വലിയ മറ്റേ ഒറിജിനൽ കസവിന്റെ തിളക്കത്തിൽ തന്നെ ഒരു അതും ഉൽപ്പാദിപ്പിക്കണം. ഒതുങ്ങി സോഫ്റ്റ് ആയിട്ട്. ഇങ്ങോട്ട് നോക്കി സാരി മൊത്തം വെച്ചേക്കണം.
ഗോൾഡൻ വിത്ത് പീച്ചാണോ റെഡാണ്, റെഡ് ബ്ലൗസ് പീസും. ഇത് എന്ത് ഗെറ്റപ്പ് ആയിരിക്കുമല്ലോ, കാണുമ്പോ തോന്നുന്നു നീ ഈ വിലയുള്ളൂന്ന്. നല്ലൊരു ഗെറ്റപ്പില്ലേ, ഫംഗ്ഷന് മുമ്പ് ഒരു ഗെറ്റപ്പല്ലേ നോട്ടം. ആഷ് വിത്ത് പീച്ച്. ഇനി നിങ്ങൾക്കടെ പ്രിയപ്പെട്ട സാരി ആട്ടോ, കാന്താവർക്ക് 999. കാന്താവർക്കിന്റെ കളേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞിങ്ങനെ കാണിക്കോട്ടെ, എപ്പോഴും കാണിക്കണേ. ഉള്ളപ്പടി ദൈവമേ, എന്തോ ഒരു ഹാൻഡ് വർക്ക് ആട്ടോ ഇത്. 35 മിനിറ്റ് ആയോ? അടുത്ത ദിവസം കാണിച്ചാൽ 35 നടന്നില്ല, എന്നാ കുറച്ച് ദിവസം അടുത്ത ദിവസം. കാന്താവർക്കിന് ഞാൻ പെട്ടെന്ന് കാണിക്കട്ടെ. 35 മിനിറ്റ് ആയി, ഞാൻ അറിഞ്ഞില്ല. കുറെ സാരിയുടെ ഉണ്ടായിരുന്നു, അത് അടുത്ത ദിവസം കാണിക്കാം. കാന്താവർക്കിന്റെ കളേഴ്സ് കാണിക്കട്ടെ. ബ്ലൂ തെരുന്ന് കാണിച്ചു, പീച്ച്. ദൂരെ ഹാൻഡ് വർക്ക് വല്ല അങ്ങനെ ഒത്തിരി അങ്ങനെ ഉൾഗ്രാമങ്ങളിൽ വല്ല ഇരുന്നിരുന്ന തുന്നണയായിരിക്കും കേട്ടോ. ഇത് മെഷീൻ എംബ്രോയിഡറി അല്ല കേട്ടോ. അതേ കണ്ടോ, ഇവിടെയൊക്കെ ഉള്ളിൽ നൂല് കെട്ടി അവര്, ഇതേ കണ്ടോ, ഉള്ളിൽ നൂലൊക്കെ കെട്ടി കെട്ടി ഇതേ പാസ് ചെയ്താ തയ്ച്ചേക്കണം. ബ്ലാക്ക്, ഗോൾഡൻ, ഞാൻ വർത്താനം പറഞ്ഞ സമയം പോയല്ലേ. ഗ്രീൻ, ബേജ്. ഇത് അടുത്ത ദിവസം കാണിച്ചാൽ മതിയായിരുന്നു. ഇതും ഗോൾഡൻ അല്ലേ, ഗോൾഡൻ ഡാർക്കും ലൈറ്റും, ആഷ്, വാടാമുല്ല കളറ്, റോയൽ ബ്ലൂ. ഇതിന്റെ കെട്ട് ഇന്ന് വന്നതാ. വൈറ്റ്, പിങ്ക്. ഇത്രയല്ലേ ഉള്ളൂ. ഇനി അടുത്ത ദിവസത്തെ വീഡിയോയില് ബാക്കിയുള്ളത് കാണിക്കാം. അപ്പൊ എല്ലാവരും യേശുപുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.